കഴിഞ്ഞ ദിവസം നമ്മൾ മെട്രിക്സിന്റെ ഓരോ ഓപ്പറേഷൻസ് പഠിച്ചു. ഇന്ന് നമ്മൾ ഒരു പുതിയ ഐഡിയ ആയ ഡിറ്റർമിനന്റ് ആണ് കാണാൻ പോകുന്നത്. നമ്മൾ മെയിൻ ആയിട്ട് ഓർക്കേണ്ടത് ഡിറ്റർമിനന്റ് സ്ക്വയർ മെട്രിസസിൽ മാത്രമേ ഡിഫൈൻഡ് ഉള്ളൂ ആണ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്. ഡിറ്റർമിനന്റ് is defined only for square matrices. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നമ്മൾ എല്ലായ്പ്പോഴും ഓർത്തിരിക്കണം. ഡിറ്റർമിനന്റ് എന്ന പ്രോപ്പർട്ടി സ്ക്വയർ മെട്രിസസിന് മാത്രമേ ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ഡിറ്റർമിനന്റ് എന്താണെന്ന് കാണാം. ഇൻ ജനറൽ പറയുകയാണെങ്കിൽ ഓരോ മെട്രിസസിനും ഓരോ നമ്പർ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ആ നമ്പറിന് പറയുന്ന പേരാണ് ഡിറ്റർമിനന്റ് എന്നുള്ളത്. ഓരോ മെട്രിക്സിനും നമുക്ക് ഒരു നമ്പറിനെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ആ നമ്പറിനെ പറയുന്ന പേരാണ് ഡിറ്റർമിനന്റ് എന്നുള്ളത്. ഇപ്പൊ നമ്മളുടെ എ എന്നൊരു മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. എ ഒരു മെട്രിക്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുക ഒന്നെങ്കിൽ ഇങ്ങനെ ഡിറ്റർമിനന്റ് എ ഓർ ഡിറ്റർമിനന്റ് എ. ഇതില് ഏതെങ്കിലും ഒരു നൊട്ടേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി നമുക്ക് ഡിറ്റർമിനന്റ് ഡെഫിനിഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ആദ്യം എ എന്ന് പറയുന്നത് ഒരു 1/1 മെട്രിക്സ് ആണെങ്കിൽ 1/1 മെട്രിക്സ് ആണ്. അപ്പൊ നമുക്കറിയാം എയുടെ ജനറൽ ഫോം എന്ന് പറയുന്നത് A11 ആയിരിക്കും. അപ്പോൾ എ എന്ന് പറയുന്നത് 1/1 മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് ആ മെട്രിക്സത്തെ എലിമെന്റിന്റെ വാല്യൂ തന്നെയായിരിക്കും. അതായത് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു A11. ഇനി എ എന്ന് പറയുന്നത് ഒരു 2/2 മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് ജനറൽ ഫോം എഴുതാം. A11, A12, A21, A22. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡയറക്ഷണൽ റൂള് പഠിക്കാം. A11 ഇൻറ്റു A22 മൈനസ് A21 ഇൻറ്റു A12. ഇതായിരിക്കും ഡിറ്റർമിനന്റിന്റെ വാല്യൂ. ഒരു 2/2 മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ വരിക A11 A22 മൈനസ് A21 ഇൻറ്റു A12. ഇനി എ എന്ന് പറയുന്നത് ഒരു 3/3 മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് എയുടെ ജനറൽ ഫോം പറയാം. A11, A12, A13, A21, A22, A23, A31, A32, A33. ഇവിടെ നമ്മൾ ഒരു നൊട്ടേഷൻ കൂടി നമ്മൾ ഓർക്കണം. ഇത് ഡിറ്റർമിനന്റ് കാണണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഈ ഡയറക്ഷനിൽ പോവാം അല്ലെങ്കിൽ ഈ ഡയറക്ഷനിൽ പോവാം. രണ്ടാവുമ്പോഴും എങ്ങനെ വരാന്ന് പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ എങ്ങനെയാണ് ഡിറ്റർമിനന്റ് കാണാൻ നോക്കാം. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു, അപ്പൊ നമ്മൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഫസ്റ്റ് വാല്യൂ A11. അപ്പോൾ A11 ഇൻറ്റു, ഇനി നമ്മൾ ചെയ്യേണ്ടത് A11നോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയും കോളവും ഡിലീറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് ഈ ഒരു 4 വാല്യൂസ് ആണ്. ഇതിനെ നമ്മൾ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് A22, A23, A32, A33 ഇങ്ങനെ എഴുതും. ഇനി അടുത്തത് നമ്മൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് A12 എന്നെടുക്കും. A12 ഇവിടെ സൈൻ ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് ഓരോന്നും ആദ്യം എഴുതാം, എന്നിട്ട് നമുക്ക് സൈൻ പറയാം. A12 ഇൻറ്റു, അപ്പൊ ഇനി ഇവിടെ ചെയ്യുക A12ന്റെ കറസ്പോണ്ടിങ് കോളവും
റോയും നമ്മൾ കളയും. അപ്പൊ ബാക്കി വരുന്നത് A21, A23, A31, A33. അപ്പൊ ഇൻറ്റു A21, A23, A31, A33. ഇനി അടുത്തത് A13 എടുക്കുക. അപ്പോ A13 ഇൻറ്റു, അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് കോളവും കറസ്പോണ്ടിങ് റോയും കളയുക. ബാക്കി നിൽക്കുന്നത് A21, A22, A31, A32, A21, A22, A31, A32. ഇനി ഇതിന്റെ സൈന് നമ്മൾ ഓരോന്നിനും സൈൻ ഇടേണ്ടത് ആദ്യത്തേന്റെ പ്ലസ് ആണ്, പിന്നെ ഓൾട്ടർനേറ്റിംഗ് മൈനസ്. അപ്പൊ പ്ലസ് മൈനസ് പ്ലസ്, ഇതേപോലെ തന്നെ താഴ്ത്തിക്കും. പ്ലസ് മൈനസ് പ്ലസ്, മൈനസ് പ്ലസ് മൈനസ്, പ്ലസ് മൈനസ് പ്ലസ്. അപ്പൊ നമ്മൾ ആദ്യത്തെ എടുത്തു, അത് പ്ലസ് ചിഹ്നമാണ്. രണ്ടാമത്തെ എടുക്കുമ്പോൾ അത് മൈനസ് ചിഹ്നമാണ്. മൂന്നാമത്തെ എടുക്കുമ്പോൾ അത് പ്ലസ് ചിഹ്നമാണ്. അപ്പൊ therefore determinant of A equal to A11 into determinant of A22, A23, A23, A32, A33 minus A12 into A21, A23, A31, A33 plus A13 into A21, A22, A31, A32. ഇതിപ്പോ നമ്മൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ പോയപ്പോൾ നമുക്ക് കിട്ടിയ ഡിറ്റർമിനന്റ് ഫോർമുലയാണ്. ഇനി നമുക്ക് വെർട്ടിക്കൽ ഡയറക്ഷനിൽ പോവായിരുന്നെങ്കിൽ എങ്ങനെ എഴുതാൻ നോക്കാം. ഇതേപോലെ തന്നെയാണ്, ആ സൈൻ ആണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. അപ്പൊ എയുടെ ജനറൽ ഫോം A11, A12, A13, A21, A22, A23, A31, A32, A33. നമ്മൾ ഇപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് A ഈക്വൽ ടു ഫസ്റ്റ് നടത്തത്തെ അതേപോലെ തന്നെ ഫസ്റ്റ് വാല്യൂ എടുക്കുക. അപ്പോൾ A11 ഇതിനോട് അസോസിയേറ്റഡ് ഉള്ള സൈൻ പ്ലസ് ആണ്. ഇനി A11ന്റെ കറസ്പോണ്ടിങ് കോളവും കറസ്പോണ്ടിങ് റോയും കളയാം. അപ്പൊ ബാക്കി വരുന്നതിന് ഡിറ്റർമിനന്റ് സൈനിൽ എഴുതാം. A22, A23, A32, A33. ഇനി അടുത്തത് നമ്മൾ താഴോട്ടാ പോണത്. പിന്നെ അടുത്തത് നമ്മൾ A21 എടുക്കുക. A21ന്റെ കറസ്പോണ്ടിങ് സൈൻ മൈനസ് ആണ്. അപ്പൊ മൈനസ് A21 ഇൻറ്റു A21ന്റെ റോയും A21ന്റെ കോളവും നമ്മൾ കളയുന്നു. അപ്പൊ ബാക്കി വരുന്നത് A12, A13, A32, A33. ഇനി അടുത്തത് നമ്മൾ A31 എടുക്കുക. A31 അപ്പോ എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് കോളവും കറസ്പോണ്ടിങ് റോയും നമ്മൾ കളയാം. A31ന്റെ സൈൻ പ്ലസ് ആണ്. അപ്പൊ പ്ലസ് A31 ഇൻറ്റു ഡിറ്റർമിനന്റ് A12, A13, A22, A23. ഇനി നമ്മളിത് എക്സ്പാൻഡ് ചെയ്ത് നോക്കുമ്പോൾ ഇത് രണ്ടും സെയിം ആയിരിക്കും. എക്സ്പാൻഡ് ചെയ്തിട്ട് സെയിം ആണെന്ന് ചെക്ക് ചെയ്യണത് നിങ്ങൾക്ക് ഒരു എക്സസൈസ് ആയിട്ട് തരാം. ചെക്ക് ചെയ്ത് നോക്കുക, രണ്ടും സെയിം ആയിട്ടാണ് വരിക. ഇനി നമ്മൾ ഒരു 4x4 മെട്രിക്സ് ആണെങ്കിൽ എന്ത് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ 3x3 പറഞ്ഞു. ഇനി A എന്ന് പറയുന്നത് 4x4 ആണെങ്കിൽ
എ എന്ന് പറയുന്നത് ഒരു 4x4 മെട്രിക്സ് ആണെങ്കിൽ എയുടെ ജനറൽ ഫോം നമുക്കറിയാം. A11, A12, A13, A14, A21, A22, A23, A24, A31, A32, A33, A34, A41, A42, A43, A44. ഇനി ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു നേരത്തെ അതേപോലെ തന്നെ ഇതിന്റെ കറസ്പോണ്ടിങ് സൈൻസ് നമുക്ക് എഴുതി വെക്കാം. പ്ലസ് മൈനസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. അപ്പൊ ഞാൻ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് പോണത്. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു A11 ഇതെടുത്തു. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് റോ കറസ്പോണ്ടിങ് കോളം കളയാ, കറസ്പോണ്ടിങ് റോ കളയാ. ബാക്കി വരുന്നത് ഒരു 3x3 മെട്രിക്സ് ആണ്. അപ്പൊ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് അത് A22, A23, A24, A32, A33, A34, A42, A43, A44. ഇനി അടുത്തത് A12 എടുക്കുക. A12ന്റെ കറസ്പോണ്ടിങ് സൈൻ മൈനസ്. അപ്പൊ മൈനസ് A12. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ കറസ്പോണ്ടിങ് കോളം കളയുക, കറസ്പോണ്ടിങ് റോ കളയുക. ബാക്കി വരുന്നതിനെ ഡിറ്റർമിനന്റ് ആയിട്ട് എഴുതുക. A21, A23, A24, A31, A33, A34, A41, A43, A44. ഇനി അടുത്തത് നമ്മൾ A13 എടുക്കുക. അടുത്തത് A13 എടുക്കുക. A13യുടെ സൈൻ പ്ലസ് ആണ്. അപ്പൊ പ്ലസ് A13. A13യുടെ കോളവും റോയും കളയുക. ബാക്കിയുള്ളതിനെ ഒരുമിച്ച് എഴുതുക ഡിറ്റർമിനന്റ് ആയിട്ട്. അപ്പോ A13 ഇൻറ്റു ഡിറ്റർമിനന്റ് A21, A22, A24, A31, A32, A34, A41, A42, A44. ഇനി അടുത്തത് A14 എടുക്കുക നമ്മൾ. അടുത്തത് A14. A14ന്റെ കറസ്പോണ്ടിങ് സൈൻ മൈനസ് ആണ്. അപ്പം മൈനസ് A14 ഇൻറ്റു കറസ്പോണ്ടിങ് കോളം കളയുക, കറസ്പോണ്ടിങ് റോ കളയുക. ബാക്കിയുള്ളതിനെ ഡിറ്റർമിനന്റിന്റെ ഉള്ളിൽ എഴുതാം. A14 ഇൻറ്റു ഡിറ്റർമിനന്റ് A21, A22, A23, A31, A32, A33, A41, A42, A43. ഇങ്ങനെയാണ് നമ്മൾ ഒരു 4x4 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാം. ഇതിന്റെ എക്സ്റ്റൻഷൻ ആയിരിക്കും 5x5 അല്ലെങ്കിൽ 6x6 അങ്ങനെയൊക്കെ വരുന്നത്. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കാണാം. അപ്പൊ നമുക്ക് ഡിറ്റർമിനന്റ് കാണല് കുറച്ചും കൂടി ക്ലിയർ ആവും. എക്സാമ്പിൾ ആദ്യത്തത് ഡിറ്റർമിനന്റ് 3, 1, 4, -2. ഒരു 2x2ന്റെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഷേപ്പ് എന്ന് പറയുന്നത് ഇതാണ്, ഒരു ഡബിൾ ക്രോസ്. അപ്പോ ഡിറ്റർമിനന്റ് ഓഫ് 3, 1, 4, -2 ഈക്വൽ ടു ആദ്യം നമ്മൾ ഈ രണ്ടെണ്ണത്തിനെ ഗുണിക്കണം. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു -2. ഇനി കണക്ടിങ് സൈൻ മൈനസ് ആണ്. അടുത്തത് 4 ഇൻറ്റു -1. So this is equal to 3 into -2 -6 minus 4 into 1 4 equal to -10. അടുത്ത എക്സാമ്പിൾ
രണ്ടാമത്തെ ഡിറ്റർമിനന്റ് 1 2 3 -4 5 6 7 -8 9. നമുക്കൊന്നെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ പോവാം, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ പോവാം. പിന്നെ ഈ 1 ൽ തന്നെ തുടങ്ങണമെന്നൊന്നുമില്ല. നമ്മൾ എളുപ്പത്തിന് ഈ എൻ പോയിന്റിൽ നിന്ന് തുടങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ 2 തുടങ്ങാം, ആ കറസ്പോണ്ടിങ് സൈൻ ഇട്ട് കൊടുത്താൽ മതി എന്ന് മാത്രം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 എടുക്കുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് കോളവും റോയും കളയുക, ബാക്കി വരുന്നതിനെ ഡിറ്റർമിനന്റ് ആയിട്ട് എഴുതാം. ഇതും പോയി ഇതും പോയി. ഇൻറ്റു 1 ഇൻറ്റു ഡിറ്റർമിനന്റ് 5 6 -8 9. അടുത്ത് സൈൻ. ഇതിന്റെ ഈ മെട്രിക്സിന്റെ സൈനിന്റെ ഇതുപോലെ വരിക, പ്ലസ് മൈനസ് പ്ലസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. ഇനി 2 എടുക്കുമ്പോൾ അടുത്ത് മൈനസ് ആണ് കണക്ഷൻ. അപ്പൊ -2 ഇൻറ്റു കറസ്പോണ്ടിങ് കോളം കളയുക, കറസ്പോണ്ടിങ് റോ കളയുക. അപ്പൊ -4 6 7 9 പ്ലസ് 3യുടെ പ്ലസ് ആണ് സൈൻ, പ്ലസ് 3 ഇൻറ്റു കറസ്പോണ്ടിങ് കോളം കളയുക, കറസ്പോണ്ടിങ് റോ കളയുക, ബാക്കിയുള്ളതിനെ ഡിറ്റർമിനന്റ് ആയിട്ട് എഴുതുക. -4 5 7 -8 ഈക്വൽ ടു 1 ഇൻറ്റു, ഇനി ഇത് 2/2, അപ്പൊ നമ്മൾ 5 ഇൻറ്റു 9 മൈനസ് കണക്ഷൻ മൈനസ് ആണ്, -8 ഇൻറ്റു 6 -8 ഇൻറ്റു 6 -2 ഇൻറ്റു -4 ഇൻറ്റു 9 -7 ഇൻറ്റു 6 പ്ലസ് 3 ഇൻറ്റു -4 ഇൻറ്റു -8 -5 ഇൻറ്റു 7. This is equal to 1 into 45 minus 8 into 6 48. അപ്പോൾ മൈനസും മൈനസും പ്ലസ് -2 into -4 into 9 -36 -7 into 6 42 plus 3 into -4 into -8 32 minus 35. This is equal to 45 plus 48 93 minus 2 into -78 plus 3 into -3. This is equal to 93 plus 156 minus 9 equal to 9. 249 minus 9 equal to 240. അപ്പോ ഈ മെട്രിക്സിനോട് കറസ്പോണ്ട് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് 240. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഈ 1 ൽ നിന്ന് തന്നെ തുടങ്ങണമെന്നില്ല എന്ന്. നമുക്ക് വേണമെങ്കിൽ 2 ന്നോ 3 ന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ എവിടെന്നെങ്കിലും വേണമെങ്കിൽ തുടങ്ങാം. നമ്മൾ ആകെ ആലോചിക്കേണ്ടത് നമുക്ക് കംപ്ലീറ്റ് കോളം വേണം അല്ലെങ്കിൽ കംപ്ലീറ്റ് റോ വേണം, അത് മാത്രമാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പോ ഈ കറസ്പോണ്ടിങ് ടേംസ് വെച്ച് കാണാം, അല്ലെങ്കിൽ നമുക്ക് ഈ കറസ്പോണ്ടിങ് സെക്കൻഡ് റോ വെച്ച് കാണാം. അതായത് നമുക്ക് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം തന്നെ കറസ്പോണ്ടിങ് ആവണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് റോന്റെ കറസ്പോണ്ടിങ് ചെയ്യാം, സെക്കൻഡ് റോന്റെ കറസ്പോണ്ടിങ് ചെയ്യാം, സെക്കൻഡ് കോളത്തിന്റെ ചെയ്യാം, അല്ലെങ്കിൽ തേർഡ് കോളത്തിന്റെ ചെയ്യാം, അല്ലെങ്കിൽ തേർഡ് റോന്റെ ചെയ്യാം. നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ സെക്കൻഡ് റോന്റെ കറസ്പോണ്ടിങ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോ ഫസ്റ്റ് റോന്റെ കറസ്പോണ്ടിങ് ആണ് ചെയ്തത്, നമുക്ക് സെക്കൻഡ് റോന്റെ കറസ്പോണ്ടിങ് ഒന്ന് ചെയ്ത് നോക്കാം. സെയിം ക്വസ്റ്റ്യൻ
സെക്കൻഡ് റോന്റെ കറസ്പോണ്ടിങ്. ഡിറ്റർമിനന്റ് 1, 2, 3 -4, 5, 6, 7 -8, 9. നമ്മൾ ഓർത്തിരിക്കേണ്ട സൈന് പ്ലസ് മൈനസ് പ്ലസ് പ്ലസ് മൈനസ് പ്ലസ് പ്ലസ് മൈനസ് പ്ലസ് പ്ലസ്. അപ്പൊ നമ്മൾ കറസ്പോണ്ടിങ് ടു സെക്കൻഡ് റോ ആണ് ചെയ്യണത്. അപ്പോൾ സെക്കൻഡ് റോന്റെ ഫസ്റ്റ് എലമെന്റിന്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പൊ -4 കറസ്പോണ്ടിങ് റോ കളയുക, കറസ്പോണ്ടിങ് കോളം കളയുക, ബാക്കിയുള്ളതിനെ ഡിറ്റർമിനന്റ് ആയിട്ട് എഴുതുക. 2, 3 -8, 9. ഇനി അടുത്ത എലമെന്റ് സൈൻ പ്ലസ് ആണ്. അപ്പൊ +5 ഇൻറ്റു ഡിറ്റർമിനന്റ് 5ന്റെ കറസ്പോണ്ടിങ് കോളം കളയുക, റോ കളയുക, ബാക്കിയുള്ളതിനെ ഡിറ്റർമിനന്റിൽ എഴുതുക. ഇനി അടുത്ത കണക്ഷൻ സൈൻ മൈനസ് ആണ്. അപ്പം -6 ഇൻറ്റു ഡിറ്റർമിനന്റ് കറസ്പോണ്ടിങ് കോളം കറസ്പോണ്ടിങ് റോയും ഡിലീറ്റ് ചെയ്യുക, ബാക്കിയുള്ളതിനെ എഴുതുക. 1, 2, 7 -8. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു -4 എന്ന് വരും ഇൻറ്റു ഡിറ്റർമിനന്റ് 2 ഇൻറ്റു 9 -8 ഇൻറ്റു 3 പ്ലസ് 5 ഇൻറ്റു 1 ഇൻറ്റു 9 -7 ഇൻറ്റു 3 -6 ഇൻറ്റു 1 ഇൻറ്റു -8 -7 ഇൻറ്റു 2. This is equal to 4 into 18 plus 24 plus 5 into 9 minus 21 minus 6 into -8 minus 14. This is equal to 4 into 42 plus 5 into -12 minus 6 into -22. This is equal to 168 minus 60 plus 132 equal to 108 plus 132 equal to 240. നമുക്ക് നേരത്തെ കിട്ടിയ അതേ വാല്യൂ. ഇനി നിങ്ങൾക്ക് ഒരു എക്സസൈസ് ആയിട്ട് ഡിറ്റർമിനന്റ് കറസ്പോണ്ടിങ് ടു തേർഡ് കോളം ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ചെക്ക് ചെയ്യുക 240 തന്നെയല്ലേ വരുന്നതെന്ന്. 240 തന്നെയാണ് വരിക. അപ്പോ 240 അല്ല നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഹോംവർക്കാണ് ഈ ഇതേ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കറസ്പോണ്ടിങ് ടു തേർഡ് കോളം ഒന്ന് ചെയ്ത് നോക്കുക. അടുത്ത ടോപ്പിക് മൈനർ ആൻഡ് കോഫാക്ടർ ഓഫ് എൻ എലമെന്റ് ഇൻ എ മെട്രിക്സ് ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിന്റെ കാര്യമാണ്. ഇനി അതേ ഡിറ്റർമിനന്റിന്റെ കൺസെപ്റ്റ് ഒരു എലമെന്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മൈനറും കോഫാക്ടറും. നമുക്ക് ഒന്ന് കാണാം, അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആവും. മൈനേഴ്സ് ആൻഡ് cofactors of an element in a matrix. അപ്പോ ഡിറ്റർമിനന്റ് എന്നുള്ളത് മെട്രിക്സിനോട് അസോസിയേറ്റഡ് ആണ്. മൈനറും കോഫാക്ടറും എലമെന്റിനോട് അസോസിയേറ്റഡ് ആണ്. ഡിറ്റർമിനന്റ് മെട്രിക്സിനോടാണ് അസോസിയേറ്റഡ്. മൈനറും കോഫാക്ടറും എലമെന്റ് ഇൻ എ മെട്രിക്സ് ആണ്. എലമെന്റ് ഓഫ് എ മെട്രിക്സ് നോടാണ് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇരിക്കുന്നത്.
നമുക്ക് മൈനറിന്റെ ഡെഫിനിഷൻ പറയാം. ദി മൈനർ ഓഫ് an element in a matrix is defined as the determinant of the submatrix obtained by deleting the column and row containing that element. നമുക്ക് എക്സാമ്പിൾ കാണാം, അപ്പൊ അത് പെട്ടെന്ന് ക്ലിയർ ആവും. നമുക്ക് ഒരു ജനറൽ 3x3 മെട്രിക്സ് എടുക്കാം. കൺസിഡർ മെട്രിക്സ് A equal to A11, A12, A13, A21, A22, A23, A31, A32, A33. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ എലമെന്റ്സിനും മൈനർ പറയാം. അപ്പോൾ നമുക്ക് A11ന്റെ മൈനർ പറയണമെന്ന് വിചാരിക്കാം. മൈനർ ഓഫ് A11, അതിന്റെ നൊട്ടേഷൻ ക്യാപിറ്റൽ M പിന്നെ A11ന്റെ ആ 11 M11 ഈക്വൽ ടു A11ന്റെ മൈനർ എന്ന് പറഞ്ഞാൽ A11 കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്തതിന് ശേഷം വരുന്ന ചെറിയൊരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. അപ്പോൾ A11 കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 2x2 മെട്രിക്സ് ആണ് ഉള്ളത്. അതിന്റെ ഡിറ്റർമിനന്റ് ഓഫ് A22, A23, A31, A32. ഇതേപോലെ നമുക്ക് ഒരെണ്ണം കൂടി കാണാം. മൈനർ ഓഫ് A23, നൊട്ടേഷൻ M23 ഈക്വൽ ടു A23 കണ്ടെയ്ൻ ചെയ്യുന്ന കോളവും റോയും ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഉള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് A11, A12, A31, A32. ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് കോഫാക്ടറിനെയും കൂടി ഡിഫൈൻ ചെയ്ത് വെക്കാം. കോഫാക്ടർ ഓഫ് A11 എന്ന് പറയുമ്പോൾ ഒരു -1 റേസ് ടു ഈ 1+1 into determinant of A22, A23, A31, A32. അതായത് -1 റേസ് ടു 1+1 M11. -1 റേസ് ടു 1+1 എന്ന് പറയുന്നത് -1 സ്ക്വയർ, അതായത് നമ്മളുടെ വെറും 1 എന്ന് വരും, ഈക്വൽ ടു M11. ഇതേപോലെ കോഫാക്ടർ ഓഫ് A23 നോക്കാം. കോഫാക്ടർ ഓഫ് A23, ഇതിന്റെ നൊട്ടേഷൻ വരിക ക്യാപിറ്റൽ C23 ഈക്വൽ ടു -1 റേസ് ടു 2+3 M23 ഈക്വൽ ടു -1 റേസ് ടു 5 എന്ന് വരും, അതായത് -1 എന്ന് വരും, മൈനസ് ഓഫ് M23. അപ്പോ കോഫാക്ടറിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് കോഫാക്ടർ ഓഫ് Aij ഈക്വൽ ടു -1 റേസ് ടു I plus j Mij.
മൈനർ എന്ന് പറയുമ്പോൾ ആ എലമെന്റിന്റെ കറസ്പോണ്ടിങ് റോയും കോളവും ഡിലീറ്റ് ചെയ്തതിന് ശേഷം വരുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. കോഫാക്ടർ ഓഫ് എ ഐ ജെ എന്ന് പറയുമ്പോൾ -1 ⁻I+J MIJ. മൈനറും കോഫാക്ടറും ചെയ്യാൻ നമുക്ക് ഈ പൊസിഷൻസ് കറക്റ്റ് അറിയണം. അപ്പോൾ ജനറൽ ഫോം നല്ലോണം നമ്മൾ തറോ ആയിരിക്കണം. കാരണം A11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലത്തെ എലമെന്റ്. അപ്പൊ നമുക്ക് ആ കറക്റ്റ് എലമെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് തെറ്റുകൂടാണ്ട് മൈനറും കോഫാക്ടറും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ജനറൽ ഫോം നമ്മൾ തറോ ആയിരിക്കണം. ഇനി നമുക്ക് ഡിറ്റർമിനന്റും കോഫാക്ടറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കി നോക്കാം. നമുക്ക് ഡിറ്റർമിനന്റും കോഫാക്ടറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കാം. നമുക്ക് ആദ്യം ഒരു 3/3 ചെയ്ത് നോക്കാം. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് A11, A12, A13, A21, A22, A23, A31, A32, A33 equal to A11 into determinant A22, A23, A32, A33 minus A12 into A21, A23, A31, A33 plus A13 into determinant A21, A22, A31, A32. ഇനി ഇവിടെ നമുക്ക് A11, A12, A13 അല്ലേ? അപ്പൊ നമുക്ക് കോഫാക്ടേഴ്സ്, അവരുടെ കോഫാക്ടേഴ്സ് ഒന്ന് കണ്ടു നോക്കാം. കോഫാക്ടേഴ്സ് കാണാൻ നമുക്ക് ആദ്യം മൈനർ കാണണം. അപ്പോ M11 ഈക്വൽ ടു M11 എന്ന് വെച്ചാൽ A11ന്റെ കറസ്പോണ്ടിങ് റോയും കോളവും ഡിലീറ്റ് ചെയ്തതിന് ശേഷം വരുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു A22, A23, A32, A33. ഇനി കോഫാക്ടർ ഓഫ് A11 എന്ന് പറയുമ്പോൾ -1 M11 ഈക്വൽ ടു M11 എന്ന് തന്നെ വരും. ഇനി അടുത്തത് M12, A12ന്റെ കറസ്പോണ്ടിങ് റോയും കോളവും ഡിലീറ്റ് ചെയ്തതിന് ശേഷം വരുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് A21, A23, A31, A33. Cofactor of A12 equal to -1 + 2 M12 equal to -M12. ഇനി M13 equal to A13യുടെ കറസ്പോണ്ടിങ് റോയും കോളവും ഡിലീറ്റ് ചെയ്തതിന് ശേഷം വരുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് A21, A22, A31, A32. അപ്പോ A13യുടെ കോഫാക്ടർ എന്ന് പറയുന്നത് -1 + 3 M13 equal to M13. ഇനി നമ്മൾ ഡിറ്റർമിനന്റിന്റെയും C11, C12, C13 ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് A ഈക്വൽ ടു A11 ഇതെന്ന് പറയുന്നത് നമ്മുടെ M11 ആ, അല്ലെങ്കിൽ C11 എന്ന് പറയാം. അപ്പൊ A11 ഇൻറ്റു C11 മൈനസ് ഓഫ് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് നമ്മൾ C12 ആ. അപ്പൊ നമുക്ക് പ്ലസ് A12 ഇൻറ്റു C12 പ്ലസ് ഈ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് നമ്മുടെ C13 ആണ്, പ്ലസ് A13 ഇൻറ്റു C13. അപ്പോ ഇവിടെ നമ്മൾ ഫസ്റ്റ് റോന്റെ കറസ്പോണ്ടിങ് ആയിട്ടാണ് ചെയ്തുള്ളത്. അപ്പോൾ നമ്മളുടെ കോളത്തിന്റെ നമ്പർ മാത്രമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ J
A1J C1J. അപ്പോൾ ഡിറ്റർമിനന്റ് ഫൗണ്ട് വിത്ത് കറസ്പോണ്ടിങ് ടു ഫസ്റ്റ് റോ ആണെങ്കിൽ അതിന്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സമേഷൻ ഓവർ ജെ A1J ഇൻറ്റു C1J. ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.